സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതകർത്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയ സാരസംഗ്രഹത്തിൽ നമ്മൾ കണ്ടുപോകുന്നത് വർദ്ധിച്ചതായ തപപ്രഭാവത്താൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു, വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു, തിര്യക്കുകളായ വൃക്ഷമൃഗാദികളെ സൃഷ്ടിച്ചു, മനുഷ്യനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഭാവഭേദങ്ങൾ സൃഷ്ടിച്ചു. മനുഷ്യനായ അതുമാണല്ലോ മിഥ്യ, ആഗ്രഹം, രാഗം, കോപം, ഭീതി. അതുകൊണ്ട് കുറച്ചൊരു വിഷമം വന്നു മനസ്സിന്. അതിന് വീണ്ടും ഭഗവത് പാദപത്മത്തെ ചിന്തിച്ചു. ഇനി അടുത്തത് നോക്കുക. താപസ്സർജമനസാസനകം സനന്ദം ഭൂയസ്സനാഥനമുനിഞ്ചസന കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാന ത്വത്പാദഭക്തിരതിക ജഗുർണവാണി. പിന്നെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് മനസ്സുകൊണ്ട് സനകാദി മഹർഷിമാരെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. ഈ സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകൻ, സനന്ദൻ, സനാതനൻ, സനക്കുമാരൻ. സൻ കൊണ്ട് തുടങ്ങുന്നതാണ് ഇവരെ പൊതുവെ സനകാദികൾ എന്ന് പറയുന്നത്. ഇവർ ആത്മജ്ഞാനികളാണ്. സംസാരത്തിലോ വിവാഹ ജീവിതത്തിലോ സ്ത്രീവിഷ ബന്ധത്തിലോ ഇവർക്ക് തീരെ താല്പര്യം ഇല്ല. അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു ഇവരിൽ കൂടെ ഇനി സൃഷ്ടി നടക്കുക. ആരായാലും തൻ്റെ മക്കൾ ഒന്ന് വിവാഹം കഴിഞ്ഞ് കാണണം എന്ന് എല്ലാവർക്കും ഉണ്ടാവും. താനോ പ്രാരബ്ധത്തിൽ പെട്ടു, മക്കൾ രക്ഷപ്പെടട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെ ഒരു അച്ഛനും അമ്മയും വിചാരിച്ചതായിട്ട് നമുക്ക് കേട്ടുകേൾവിയില്ല. ദേവി ഭാഗവത്ത് ശുഗനെ അടക്കം വിവാഹം കഴിപ്പിച്ചു എന്നാണ് പറയണത്. ഈ ഭാഗവത്തിൽ ശുഗൻ ബ്രഹ്മചാരിയാണ്. നമ്മുടെ ഭാഗവത്തിൽ ദേവി ഭാഗവത്തിലായപ്പോഴേക്കും വിവാഹം കഴിപ്പിക്കുകയാണ്. കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. സംസാരം എനിക്കിഷ്ടമല്ല, സംസാര ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാസൻ പറഞ്ഞ് അവസാനം വിവാഹം കഴിപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാം. അപ്പോൾ ഒരച്ഛനും മക്കളെ പ്രാരബ്ധം അനുഭവിപ്പിക്കാതിരിക്കാനല്ല ശ്രദ്ധ. ഞാനും അനുഭവിച്ചു, അവനും അനുഭവിക്കട്ടെ, അങ്ങനെ സുഖിക്കണ്ടെന്ന്. അപ്പം അതാണ് ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞത്. തത്പാദഭക്തിരസിക, അങ്ങയുടെ പാദഭക്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ, ഭക്തിരസത്തെ നന്നായി അറിയുന്നവർ. രസഗ്രഹോയത, ആ രസത്തെ നമ്മൾ ആസ്വദിച്ചാൽ പിന്നെ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളെ ആഗ്രഹിക്കുമോ? അറിവുള്ളവർ. ഒരിക്കൽ ആ ഈശ്വരൻ്റെ അനുഭവം നമുക്കുണ്ടായാൽ പ്രപഞ്ചത്തോടുള്ള ആസക്തി കുറയുന്നതാണ്. എപ്പോഴെങ്കിലും ഒന്നറിഞ്ഞാൽ മതി എന്നാണ്. അതുകൊണ്ട് ഇവർ ഒരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. തേന സൃഷ്ടികർമ്മണി നിയുജ്യമാന, ബ്രഹ്മാവിനാൽ ഇവർ സൃഷ്ടികർമ്മത്തിൽ, വിവാഹം കഴിക്കണം, മക്കളുണ്ടാവണം എന്ന കർമ്മമാണല്ലോ സൃഷ്ടികർമ്മം, ആ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടു എങ്കിലും, നിയുജ്യമാന പ്രേരിപ്പിക്കപ്പെട്ടു എങ്കിലും, ന ജഗൃഹു ആ വാണി ഒരിക്കലും അവർ ശ്രദ്ധിച്ചില്ല. ശബ്ദം, ആ വാക്ക്. ഇവിടെ വാണി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. സരസ്വതി എന്നൊരർത്ഥമുണ്ട്, വാക്ക് എന്നൊരർത്ഥമുണ്ട്. ഇവിടെ വാക്കാണ്. ആ വാക്കിനെ ന ജഗൃഹു സ്വീകരിച്ചില്ല. പ്രാരബ്ധത്തിന് ഞങ്ങളെ കിട്ടില്ല അച്ഛൻ, അതുമാത്രം ഞങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞവർ തടി തപ്പി കഷ്ടിച്ച്. താപത്സ മനസാ സനകം സനന്ദം ഭൂയസ്സനാതനമുനിഞ്ച സനത്കുമാരം. വേറെ പറഞ്ഞിട്ടുണ്ട്. സനകം, സനന്ദം, സനാതനമുനിയും സനത്കുമാരം ച സസർജ, മനസാ സസർജ, സസർജ സൃഷ്ടിച്ചു. താവത് അപ്പോൾ, അതിന് ശേഷം എന്നർത്ഥം. മുമ്പേ പറഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ട് സനകം, സനന്ദം, സനാതനമുനിയും സനത്കുമാരം ച സസർജ. സനകൻ, സനന്ദൻ, സനാതനമുനി, സനത്കുമാരൻ.
പ്രപഞ്ചത്തിനോട് യാതൊരു ആസക്തി വിവാഹ ജീവിതത്തിലോ മക്കളുണ്ടാവാനോ കുടുംബജീവിതത്തിലോ ആഗ്രഹമില്ലാത്ത ഇവരെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, തേ സൃഷ്ടികർമ്മണിതു തേന നിയുജ്യമാന, തേന ബ്രഹ്മാവിനാൽ, ആ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മണി നിയുജ്യമാന, എന്തിലേർപ്പെടിച്ചു? സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. സൃഷ്ടികർമ്മണി, സൃഷ്ടികർമ്മത്തിൽ, നിയുജ്യമാന, ഏർപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ആ വാണിയെ സ്വീകരിച്ചില്ല. ജഗൃഹുർ ന വാണിയും, ആ വാണിയെ അവർ തള്ളിക്കളഞ്ഞു, സ്വീകരിച്ചില്ല. കാരണം ത്വത്പാദഭക്തി രസിക, ഭഗവത് പാദപത്മത്തിൽ മനസ്സുറച്ചിട്ടുള്ള ഒരാൾക്കുണ്ടോ പ്രപഞ്ചത്തിനോട് ആസക്തി ഉണ്ടാവുന്നു? യാതൊന്നിനോടും അവരുടെ മനസ്സ് പോവില്ല. അപ്പോൾ ബ്രഹ്മാവിന് എന്തുണ്ടായി? കോപമുണ്ടായി. പറഞ്ഞാൽ കേൾക്കാത്ത മക്കളോ. അടുത്ത ശ്ലോകത്തിൽ അതിനെ പറയണത്, താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ, പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മക്കൾ പ്രതികരിച്ചപ്പോൾ പ്രകോപമുദിതം, ദേഷ്യമുണ്ടായി. പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ, ദേഷ്യം വന്നു. ആ കോപം മനസ്സിൽ ഒതുക്കുക. പ്രതിരുന്ധതോസ്യ, പലർക്കും ദേഷ്യം വരും, പക്ഷേ ചിലർ ആ ദേഷ്യത്തിനെ ഒതുക്കും. ചിലരോ തോന്നിയതൊക്കെയാണ് പറയും. ദേഷ്യം പ്രേരിപ്പിക്കണതൊക്കെ പറയുക, അത് ചെയ്യരുത് എന്നാണ്. പ്രതിരുന്ധതോസ്യ, ആ ദേഷ്യത്തെ ഒതുക്കുന്ന ബ്രഹ്മാവിൻ്റെ വശം വന്നു കഴിഞ്ഞു. അപ്പം എന്തുണ്ടായി? ഭ്രൂമത്യതോ അജനി മൃഡോ ഭവദേകദേശ, മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവൻ, രുദ്രൻ. മൃഡോ ഭ്രൂമത്യതോ അജനി, ഭ്രൂവിൻ്റെ 2 പുരികക്കൊടിയുടെ ഉള്ളിൽ നിന്ന് ശിവൻ രുദ്രൻ ഉണ്ടായി. ദേഷ്യം എന്താ നെറ്റി ചുളിക്കണ, പുരികൻ ചുളിക്കണ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഭ്രൂ, അവിടെയാണ് ദേഷ്യം എന്നാണ്. അവിടെ നിന്നാണ് അത്ര ദേഷ്യത്തിൻ്റെ ആരംഭം ഉണ്ടാവും. ഭ്രൂ മധ്യതോ, പുരികത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മൃഡോ അജനി, അജനി ജനിച്ചു. മൃഡൻ ശിവൻ, ശിവൻ അല്ലെങ്കിൽ രുദ്രൻ ജനിച്ചു. ആ ശിവൻ ആരാണ് ശരിക്ക്? ഭവതേകദേശ, ഏകദേശം അങ്ങയുടെ തന്നെ രൂപമാണ്. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഇത് 3 അല്ല, ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങയുടെ തന്നെ ഒരു രൂപവും ഭാവവും അംശവും ആയ മൃഡൻ ഭ്രൂമധ്യതോ അജനി, ഭ്രൂമധ്യത്തിൽ നിന്ന് ജനിച്ചു. മക്കൾ വിവാഹം കഴിക്കാൻ പറഞ്ഞ് കേൾക്കാത്ത ദേഷ്യം കൊണ്ട് നെറ്റി ചുളിച്ചപ്പോൾ ഭ്രൂമധ്യതോ, ആ പുരികക്കൊടിയുടെ ഉള്ളിൽ നിന്ന് സർവേശ്വര കൃഷ്ണ, അങ്ങയുടെ തന്നെ അവതാരമായ അംശമായ, അങ്ങയുടെ തന്നെ അംശമായ മൃഡോ അജനി, ശിവൻ രുദ്രൻ ജനിച്ചു. ഭവതേകദേശ, 11 ശിവനെ സംബന്ധിച്ചുള്ളതെല്ലാം. അങ്ങനെയാവാം ഏകാദശം. നാമാന്യമേ ഗുരുപദാനി ജഗാവിരിഞ്ചേത്യാദോരുരോധകില തേന സരുദ്രനാമ. ആ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കുട്ടി പറഞ്ഞു അത്രേ, എനിക്ക് പേരിടൂ പേരിടൂ പിതാവേ, പേരിടൂ പേരിടൂ. സാധാരണ ആരെങ്കിലും അങ്ങനെ പറയലുണ്ടോ? കുട്ടി ജനിച്ച ഉടനെ എനിക്ക് പേരിടണം പേരിടണം. ഇവിടെ അതൊരു പ്രത്യേകത. ശിവനാണ് ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രത്യേകത. നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ. നാമാന്യമേ ഗുരു, എനിക്ക് പേര് നിശ്ചയിക്കൂ. ഹാ വിരിഞ്ച മേ നാമാനി പദാനി ച ഗുരു. പദാനി എന്ന സ്ഥാനങ്ങൾ, പേരും വേണം. എനിക്ക് ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം. അതാണ് സ്ഥാനാനി. നാമാനി സ്ഥാനാനി, പദാനി എന്നാണ്. പദാനി സ്ഥാനം. നാമാനി പദാനി മേ കുരു, എനിക്ക് നാമങ്ങൾ നിശ്ചയിക്കൂ. എന്ത് വിളിച്ചാലാണ് ഞാൻ എന്നെയാണെന്ന് മനസ്സിലാക്കുക? അപ്പം അതുകൊണ്ട് എനിക്ക് നാമങ്ങൾ വേണം. പദാനി സ്ഥാനം, ഞാൻ എവിടെ ഇരിക്കേണ്ടത്. ഹാ വിരിഞ്ചേ, ബ്രഹ്മാവേ, എനിക്ക് നാമവും വേണം സ്ഥാനവും വേണം. ഇത്യാദോരുരോധ കില തേന സരുദ്രനാമ. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന് പേരിട്ടു. എന്താ രുദ്രൻ എന്ന് പറഞ്ഞാൽ രോദയതി ഇതി രുദ്ര, രോദതി ഇതി രുദ്ര, കരയുന്നവൻ. രോദതി ഇതി രുദ്ര, കരയുന്നവൻ എന്നാണ് അത്രേ രുദ്രൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ രുദ്രൻ എന്ന് പേരിട്ടു, കരയുന്ന ആൾ എന്ന അർത്ഥത്തിൽ.
ഇവിടെ ഏകാദശ എന്ന് പറഞ്ഞത് ഏകാദശം എന്ന് പറഞ്ഞാൽ 11 എന്നുള്ള അർത്ഥമുണ്ട്. 11 രൂപം ആ ശിവൻ കൈക്കൊണ്ടു എന്നതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. താപത്രജമനസാസനകം സനന്ദം ഭൂയ സനാതനമുനിഞ്ച സനകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാന ത്വത്പാദഭക്തിരസിയ ജഗൃഹുർനവാണിം താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്ത്യ ഭ്രൂമത്യദോജനി മൃഡോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ജഗാവിരിഞ്ചേത്യാദോ രുരോധ കില തേന സരുദ്രനാമ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.